ഗൈസ്, നമ്മളിപ്പോൾ സ്മാർട്ട് ബസാർ വരെ ഒന്ന് പോയിട്ട് വന്നാലോ? അങ്ങനെ നമ്മൾ തൂക്കാലത്തേക്ക് കൂടി ഇങ്ങനെ തിക്കും തിരക്കുക. അങ്ങനെ പോകും. ഓട്ടോയിലാണ് പോയത്. അപ്പോൾ ഞങ്ങൾ എല്ലാവരും ആരെന്ന് വന്നിരിക്കുന്നവരും എല്ലാവരും എൻ്റെ മമ്മിയും എൻ്റെ കുഞ്ഞും ഞാനും അമ്മയും അമ്മാമ്മയും വന്നിരിക്കുന്ന. അപ്പോൾ ഞങ്ങൾ കുറച്ച് സാധനങ്ങൾ നോക്കിയിട്ടാണ് പോയത്. അപ്പോൾ ഞങ്ങൾ ഫ്രൂട്ട്സിൻ്റെ അവിടെ പോയി. ആദ്യം തന്നെ ഞങ്ങൾ ഫ്രൂട്ട്സ് ഐറ്റംസിലോട്ട് വന്നപ്പോൾ കുറച്ച് ഹെൽത്തി ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു തുടക്കം തന്നെ. അങ്ങനെ ഞങ്ങൾ എന്തോ ഇരിച്ചു ഡ്രാഗൺ ഫ്രൂട്ട് ഞങ്ങൾ എടുത്തേക്കുന്നത്. നല്ല ക്വാളിറ്റിയിലുള്ള ഡ്രാഗൺ ഫ്രൂട്ട് നമുക്ക് ഇവിടുന്ന് കിട്ടും. നല്ല ഫ്രഷ് ആയിട്ടുള്ള, മറ്റു കടകളിൽ വാടി ഇരിക്കുന്നത് പോലെ നല്ല ഫ്രഷ് ആയിട്ട് ഇവിടെ നമുക്ക് കിട്ടും. അങ്ങനെ 2-3 ഡ്രാഗൺ ഫ്രൂട്ടൊക്കെ വാങ്ങി. കുഞ്ഞിന് ഡ്രാഗൺ ഫ്രൂട്ട് ഭയങ്കര ഇഷ്ടമാണ്. ഒരുപാട് മധുരമൊന്നും ഇല്ലാത്തതുകൊണ്ടായിരിക്കും അവൾക്ക് ഒരുപാട് മധുരമുള്ള ഫ്രൂട്ട്സ് ഒന്നും അത്ര ഇഷ്ടമല്ല. എനിക്ക് പണ്ട് തൊട്ട് ഡ്രാഗൺ ഫ്രൂട്ട് ഇഷ്ടമാണ്. പിന്നെ ഞങ്ങൾ ഹാൽദിറാമിൻ്റെ ഒരു പാക്കറ്റ് സമൂസ വാങ്ങിച്ചു. അതിൻ്റെ സോസൊക്കെ കൂട്ടി കഴിക്കാൻ കൊള്ളായിരുന്നു, അത്യാവശ്യം കൊള്ളായിരുന്നു. പിന്നെ നമ്മളെന്താ വാങ്ങിച്ചത്? നമ്മളൊരു ഡൂക്സിൻ്റെ ഒരു വേഫർ. അതൊന്നും എനിക്കത്ര താല്പര്യമില്ല. പിന്നെ പിങ്ക് കളറായിട്ട് അങ്ങനെ എടുത്തന്നേ ഉള്ളൂ. ഞങ്ങളത് മൊത്തം തീരത്ത് ഇത് ഞങ്ങൾ കണ്ടില്ലെന്ന്. ഇത് പിന്നെ നമ്മളൊരു ഡാർക്ക് ഫാൻറ്റസിയാണ് എടുത്തത്. ഈ ഡാർക്ക് ഫാൻസി ഞാൻ കണ്ടതേ വീട്ടിൽ വന്നപ്പോൾ കാണുന്നേ ഇല്ല. അത് അടുത്ത് നമ്മൾ കേക്കാണ് എടുത്ത്. പിന്നെ ഒരു സൺപീസിന് എന്താ പറയുന്ന ഒരു ചോക്ലേറ്റിൻ്റെ ഒരു കേക്ക് പോലെ ഇല്ലേ. പിന്നെ നമ്മൾ നേരത്തെ കണ്ടുവെച്ച ആ ഒരു ക്രിസ്മസ് ഐറ്റംസിൽ നിന്ന് ഒരു യൂണിക്കോണിൻ്റെ ഇതുള്ള ഒരു പേപ്പർ തന്നിരിക്കുന്ന സാധനത്തിൻ്റെ പേര് കറക്റ്റായിട്ട് എനിക്കറിയത്തില്ല. അത് വാങ്ങി. ഇനി അടുത്ത് ജിംജാം ബിസ്ക്കറ്റ് എടുത്തു വരണം. പിന്നെ അങ്ങനെ 8 സാധനങ്ങളെ ആയിട്ടുള്ളൂ. നമുക്കിനി 2 സാധനം കൂടെ വേണം. പിന്നെയും കുഞ്ഞ് സാധനങ്ങൾ എടുക്കാനെ കൊണ്ട് പോയിട്ടുണ്ട്. അപ്പോൾ എന്തോ ഇനി കൊണ്ടുവരുന്നത് നമുക്ക് നോക്കാം. അടുത്തത് എന്തോ ഇത് ഡാർക്ക് ഫാൻറ്റസിയുടെ ഒരു സ്ട്രോബെറി ഫില്ലിങ്സ് ഉള്ള, അതത്ര കൊള്ളത്തില്ലായിരുന്നു. അടുത്ത യൂണിബിക്കിൻ്റെ ഒരു സാധാരണ ബിസ്ക്കറ്റാണ്. അങ്ങനെ എല്ലാ സാധനങ്ങളും നമുക്ക് ബില്ലായി. അങ്ങനെ ഞങ്ങൾ അടുത്തത് നല്ല വിശപ്പിൻ്റെ വിളിയുണ്ട്. അതുകൊണ്ട് കുഞ്ഞാറ്റയുടെ ഭാവം കണ്ട വിചാരിക്കും അവൾ ഫുൾ കഴിക്കാനായിട്ട് വന്നിരിക്കുവാന്ന്. അപ്പോൾ അവളെ ഡുണ്ടുക്കുട്ടി അവിടെ ഞങ്ങൾ മേടിച്ച സാധനങ്ങൾ അവിടെ മൊത്തം നിരത്തി വയ്ക്കും. എല്ലാവർക്കും ചിരിച്ച് ഊപ്പാതെ വന്നു. ഇനി ഞങ്ങൾ പിന്നെ കഥയൊക്കെ കേട്ട് ഞങ്ങൾ കുറച്ച് കളിയൊക്കെ കഴിഞ്ഞിട്ട് ആ സമയം കൊണ്ട് ഞങ്ങൾ മാക്സിലൊക്കെ കയറി. പിന്നെ 2 ഐസ്ക്രീമൊക്കെ കഴിച്ച് വീട്ടിലേക്ക് കൊണ്ടുവന്നു. ടാറ്റാ ബൈ ബൈ, സീ യു.